ഞങ്ങൾ മൂന്നാറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വണ്ടി ഇവിടെ നിർത്തിയപ്പം ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ. നല്ല രസമാണ്. ഇത് ഏത് ഡാമാടി? ഏതൊരു ഡാമാണ് തോന്നുന്നത്. പെരിയാറാ? പെരിയാർ നോക്കിക്കേ, ഏതോ ഭയങ്കര ചീവടിൻ്റെ ശബ്ദം. ഇരിക്കടി, ഇതൊന്നും ഇരിക്കണ്ട. ഈ വെള്ളിക്ക് ഊഞ്ഞാൽവള്ളിയുണ്ട്. ഊഞ്ഞാൽവള്ളി, ഇതേ ഊഞ്ഞാൽവള്ളി. ഇതിരിക്കുന്നു. തിരിഞ്ഞിരുന്നു. ആ, പുറകോട്ടിരിക്കണ്ട, അത് തിരിഞ്ഞിരിക്കായിരുന്നു. അവിടെ നിന്ന് തിരിഞ്ഞു. തമ്മ അങ്ങോട്ട് നോക്കല്ലേ, അങ്ങോട്ട് നോക്കല്ലേ. അമ്മ അവിടെ നിൽക്കല്ലേ. തമ്മ ആട്ടൊന്നും വേണ്ട, തമ്മ ബാക്കിൽ നിന്ന് മാറി. ഞാൻ എൻ്റെ ഫാമിലി ആയിട്ട് പോകുന്ന ആദ്യത്തെ ട്രിപ്പാണ് കേട്ടോ ഇത്. പിള്ളേരുടെ വെക്കേഷനും അല്ലേ. തമ്മുവിൻ്റെ ഇപ്പൊ ബ്ലാക്ക് ആയിട്ടാണ്. തമ്മുവിനെ കാണാനേ പറ്റില്ല. നിഴല് മാത്രം, നിഴല് പോലെ. അടിപൊളിയുണ്ട്, രസമുണ്ട് കാണാൻ. കൊള്ളാം. ഞങ്ങൾ മൂന്നാറേക്ക് പോകുന്ന വഴിയായിരുന്നു കേട്ടോ. അവിടെ നല്ല കാറ്റും നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നു. ബാബാ ആടുണ്ടാ? മതി മതി, ബാബാ നമുക്ക് പോവാം. വായോ വായോ വായോ. ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ എത്തി തുടങ്ങിയപ്പോൾ അവിടെ ഫുള്ള് തേയിലത്തോട്ടമുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. നല്ല സുഖമായിട്ട് ഞങ്ങൾ പോയി അവിടെ എത്തി. പിന്നെ മൂന്നാറിൻ്റെ ഭംഗിയൊന്നും ഞാൻ പറഞ്ഞിട്ട് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. മൂന്നാർ പോകാത്ത ആളുകൾ വളരെ ചുരുക്കമായിരിക്കും. ചുരുക്കം തന്നെ എല്ലാവരും പോയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഇനി പോകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്, ആദ്യമായിട്ടാണ് എല്ലാം കാണുന്നത്. അതിന് ഭയങ്കര സന്തോഷമായിരുന്നു എനിക്കും മക്കൾക്കും അമ്മയ്ക്കും. ഞങ്ങളെല്ലാം സുന്ദരമായിട്ട് എല്ലാം കണ്ട് ആസ്വദിച്ച് വഴിയിൽ നിന്ന് ചെറിയ ചെറിയ ഞങ്ങൾ ചോളം മേടിച്ച് കഴിച്ചു. ചോളം കുറച്ചധികം ഞങ്ങൾ മേടിച്ച് കഴിച്ചു. പിന്നെ ഞങ്ങൾ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. പിന്നെ ചോളം കഴിച്ചു. പക്ഷേ ഞങ്ങൾക്ക് വിശപ്പോ അങ്ങനെ ദാഹമോ അങ്ങനെ പ്രശ്നങ്ങളൊന്നും തോന്നില്ല. ഞങ്ങൾക്ക് എല്ലാ സ്ഥലവും ഇങ്ങനെ ഓടി നടന്ന് കാണണം എന്നായിരുന്നു. എന്നേക്കാളും എന്താ പറയുക, എനർജറ്റിക് ആയിട്ടാണ് എൻ്റെ അമ്മ നിന്നിരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദൈവാനുഗ്രഹം. ഒരസുഖം വന്നില്ല, ഒരു വയ്യാഴിക വന്നില്ല. അങ്ങനെ ഞങ്ങളിതെല്ലാം ഇന്ന് ആസ്വദിക്കുകയായിരുന്നു കേട്ടോ. എൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കൊച്ചിൽ തൊട്ട് എങ്ങും എന്നെ അമ്മ ടൂറൊന്നും വിട്ടിട്ടില്ല കേട്ടോ. സ്കൂളിൽ ചെറുതിൽ വെച്ചിട്ട് എൻ്റെ ചേച്ചിമാരൊക്കെ പോയിട്ടുണ്ട്. ഞാൻ എങ്ങും ടൂർ പോയിട്ടില്ല. അമ്മ എങ്ങും വിടാറുമില്ല എന്നെ. ഞാനിട്ട് പോയിട്ടുമില്ല. പിന്നെ അതിനെപ്പറ്റി നമുക്ക് അങ്ങനെ ഒരു പോകാൻ തോന്നിയിട്ടുമില്ല. അങ്ങനെ ടൂർ പോകാൻ ആഗ്രഹമുണ്ട് അങ്ങനെ തോന്നിയിട്ടുമില്ല കേട്ടോ എനിക്കിതുവരെ. അങ്ങനെ ആദ്യമായിട്ട് പോയതാണ് ഞാനിത്. ഞങ്ങൾ ആ സ്ഥലത്തുനിന്നും തിരിച്ചു പോകുന്ന വഴിയിൽ ഇങ്ങനെ ഒരു വലിയൊരു ഗുഹ പോലെ കണ്ടു കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ നിർത്തി. അവിടെ എല്ലാവരും നിർത്തിയിട്ടുണ്ടായിരുന്നു. 1-2 പേര് അതിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ അവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഉള്ളിലൊരു ചേച്ചി അങ്ങോട്ട് കയറാനായിട്ട് പോകുന്നു. അപ്പോൾ ആ ചേച്ചിയുടെ ഹസ്ബൻഡാന്ന് തോന്നുന്നു. മോനും ആ ചേട്ടനായിട്ട് തിരിച്ചിറങ്ങി വന്നു. അവിടെ ഭയങ്കര സ്മെല്ല്, അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളിങ്ങോട്ട് തിരിച്ചു പോന്നു. കയറി നോക്കാനൊന്നും പോയില്ല. ക്യാറ്റാണ്. അപ്പം കുറച്ച് ക്യാറ്റ് തമ്മൂന് മേടിച്ചു കൊടുത്തിട്ട് അവിടെ നിന്നൊരു ഡാമുണ്ട്, അടുത്ത ഡാം പാർക്ക് പോലെ ആ സംഭവത്തിലേക്ക് വന്നു. അവിടെ ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ. പൂക്കളും എന്ത് ഭംഗിയായിരുന്നു അറിയോ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഭംഗിയുള്ള പൂക്കളായിരുന്നു അറിയോ, വയലറ്റ് പൂക്കളായിരുന്നു മൊത്തം. ഇവിടെയാണെങ്കിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിന്നത് ഒരു മരത്തിൻ്റെ വേര് പോലെ ഇങ്ങനെ തോന്നിക്കുന്ന നല്ല ഭംഗിയായിട്ട് പോളിഷ് ചെയ്ത് വെച്ചാണ് എന്താണെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ. അതിലിരുന്ന് കുറേ പേര് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളതിൽ കയറി നിന്നു. ഈ മരമൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. പിന്നെ അവിടെ കുറച്ച് നേരം അവിടെ കൂടെ ഇരുന്ന് കളിച്ചു. ഞാൻ ഇരിക്കാം.
രണ്ടുപേരും ഇരിക്കാൻ പാടെന്നാണ് ഞാൻ കൊച്ചു പറഞ്ഞത്. ആഹാ കൊച്ചു പിള്ളേരാ. അമ്മ എനിക്കാണ് കൊടുത്തത് കേട്ടോ. ये देखो तो एक मिनट देखो इस तरफ जूस अबे मारनो അതുകൊള്ളാലേ പിള്ളേർ രണ്ടുപേരും ഭയങ്കര എക്സ്ട്രാ ആക്റ്റീവായിരുന്നു കേട്ടോ. അതുകൊണ്ട് നല്ല സൂപ്പറായിരുന്നു. നമ്മൾ എങ്ങും മാറി നിന്നില്ല. ഞാനും അമ്മയും അവരുടെ ഒപ്പം തന്നെ നിന്നിരുന്നു. അമ്മയ്ക്കാണെങ്കിൽ പൂക്കളാണ്. പൂക്കളുടെ ഭാഗത്തേക്ക് അമ്മ നീങ്ങി കേട്ടോ. നല്ല രസമുണ്ടാണ്. ഞങ്ങൾ ഉച്ച കഴിഞ്ഞ സമയത്താണ് അവിടെ എത്തിയത്. ഉച്ച കഴിഞ്ഞില്ല, ഉച്ച സമയം, ഉച്ച കഴിയാറാവുന്നു. സത്യം പറഞ്ഞാൽ ഈ സമയത്ത് നല്ല വെയിൽ ഉണ്ടാവാറുണ്ടാണ്. അപ്പോൾ ആ സമയത്ത് നല്ലപോലെ വെയിൽ താഴ്ന്നു കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ഒക്കെ എടുത്ത് അങ്ങനെ എടുത്തിട്ട് കളറില്ല. അമ്മയാണെങ്കിൽ ഇങ്ങനെ ഓരോ പൂവും സൂം ചെയ്തെടുക്കാൻ പറയാണ്. അപ്പം നമ്മൾ നമ്മുടെ മൊബൈലിലല്ല എടുക്കണേ. അപ്പോൾ അതത്ര കാണുന്ന പോലെ അത്ര ക്ലാരിറ്റി മൊബൈലിൽ കിട്ടുന്നില്ല. പിന്നെ ആ ഡാമിൻ്റെ സൈഡിലാട്ടോ അവർ നിൽക്കുന്നത്. വെള്ളമുണ്ട് അവിടെ, ഇച്ചിരി വെള്ളമേ ഉള്ളൂ, കുറച്ച് വെള്ളമേ ഉള്ളൂ. അവൾക്ക് വെള്ളത്തിൽ തൊടണമെന്ന് പറഞ്ഞിട്ടാ. അപ്പം ഞാൻ പറഞ്ഞ് നല്ല വെള്ളമല്ല, ചീത്ത വെള്ളമാണെന്ന് പറഞ്ഞ് പിന്നെ അങ്ങനെ മാറ്റി നിർത്തി. പിന്നെ എനിക്ക് പേടിയാണ് വെള്ളത്തിലേക്ക് ഇറക്കാൻ. ഞാൻ മാറ്റി നിർത്തി. ഇത് ഡാമാണ് കേട്ടോ. എന്തോരം വെള്ളമാണ് ഈ പിടിച്ച് നിർത്തിയിട്ടിരിക്കുന്നത്. ഷോ അതുണ്ട്. നമുക്ക് ഈ മരത്തിൽ കയറി കളിച്ചുകൊണ്ടിരിക്കണായിരുന്നു. അപ്പോഴാ അമ്മനെ കാണാനില്ല. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അതേ അമ്മ ആടിക്കൊണ്ടിരിക്കുന്നത്. സ്ഥലം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കാരണം ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞു ഇതുപോലത്തെ തന്നെ നല്ല നിറച്ചും പൂക്കൾ മാത്രമുള്ള, എല്ലാത്തരം പൂക്കളും മാത്രമുള്ള ഒരു സ്ഥലമുണ്ട്, നമുക്ക് അവിടെ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ വ്യൂ അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ തന്നെ അമ്മ പറയാന്ന് ഇതുപോലെയൊന്നും ഇങ്ങനെയൊന്നും വരാൻ സാധിക്കുമെന്ന് വിചാരിച്ചതല്ല. ഇപ്പം ഈ ആമക്കളൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുപോകും എന്ന്. പെൺമക്കൾക്ക് അങ്ങനെ പറ്റില്ല. പെൺമക്കൾ കല്യാണം കഴിച്ച് പോയാൽ പോയി തന്നെയല്ലേ. പെൺമക്കളുടെ കാര്യമൊന്നും പറയണ്ട. ഇപ്പോഴത്തെ കാലത്ത് ഒരു മക്കളുമാരും അപ്പനമ്മമാരെ നോക്കുന്നില്ല അല്ലേ. പൈസ ഉള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് പൈസ എവിടെയെങ്കിലും ഏൽപ്പിച്ച് അവരെ നോക്കാൻ പറയും. അതാണ് അവരുടെ ആകെ നോക്കൽ. പൈസയ്ക്കും അപ്പുറം അവരുടെ സന്തോഷങ്ങൾ വേറെ ഉണ്ടെന്ന് അവർ ചിന്തിക്കുന്നില്ല. നേരത്തെ ഒരു പാർക്കിൻ്റെ കാര്യം പറഞ്ഞില്ല, ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നു. പെട്ടെന്ന് ഇങ്ങനെ സന്ധ്യയായി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പൂക്കളൊക്കെ കണ്ടു. പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ അതിൻ്റെ ഒരു തിരക്കിലായിരുന്നു. എനിക്കെല്ലാം കണ്ട് മതിയാവണുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഈ വാട്ടർ ഡാൻസാണെന്ന് ഭയങ്കര രസമായിരുന്നു കേട്ടോ കാണാൻ. അത് ഒരു പാട്ട് കഴിയുമ്പോൾ രണ്ടാമത്തെ പാട്ട് കഴിയുമ്പോൾ ഇപ്പോൾ പോകാമെന്ന് പറഞ്ഞ് നിന്ന് ഒരുപാട് നേരം വൈകി. ഇത്രയും സമയം കൊണ്ടൊരു സംഭവം ഉണ്ടായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ പാർക്കിൽ കയറുന്നതിന് മുന്നേ തന്നെ ഒരു കാപ്പി കുടിക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ കയറി ഞങ്ങൾ കാപ്പി കുടിച്ചു. അപ്പം ഞങ്ങളിങ്ങനെ ഒരേ ബെഞ്ചിലാണ് ഇരുന്ന സമയത്ത് എൻ്റെ അമ്മ അടുത്തിരിപ്പുണ്ടായിരുന്നു. അമ്മയുടെ അടുത്തേക്ക് ഞാൻ എൻ്റെ ഫോൺ വെച്ചു. പിന്നെ ഞങ്ങൾ കാപ്പി കുടിച്ചിട്ട് ഞാൻ എൻ്റെ പാട്ടിനെ പോയി. ഞാൻ ഫോൺ എടുത്തില്ല, ഒന്നും എടുത്തില്ല. പിന്നെ ഇതിൻ്റെ ഈ കാണലും ഇതിൻ്റെയൊക്കെ ബഹളമായിരുന്നു. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വണ്ടി കയറി പോയിട്ടും ഞാൻ ഈ ഫോണിനെ പറ്റി അന്വേഷിച്ചതേയില്ല. അവസാനം ഈ ഫോണിലേക്ക് വിളിച്ചപ്പോൾ അവരവിടുന്ന് ഫോൺ എടുത്തു. ഒരു തൊപ്പി വെക്കുന്ന ആളുണ്ടായിരുന്നു, അയാളാണ് ആ ഫോൺ അവിടെ ഏൽപ്പിച്ചതെന്ന് പറഞ്ഞു. ഞാൻ ഓടിച്ചെന്നു, ആ ഫോണിലേക്ക് വിളിച്ചു. എൻ്റെ ഫോണാണെന്ന് അവർക്ക് മനസ്സിലായി. ഞാനാണ് ലോക്ക് തുറന്നു കൊടുത്തത്. അങ്ങനെ എനിക്ക് അവർ ഫോണ് തിരിച്ചു തന്നു. പിന്നെ ഞങ്ങളവിടെ പോയപ്പം കുറച്ചധികം ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ കുറച്ച് ഫോട്ടോസ് മാത്രം ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഫോട്ടോസ് ഷെയർ ചെയ്യണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു 1-2 വീഡിയോസിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, തനുവിൻ്റെ എന്താ പറയുക റിസൾട്ട് എന്താണെന്ന് പറയാമോ, അല്ലെങ്കിൽ നിങ്ങൾ എവിടെ പോയി എന്ന് പറയാമോ, ഫുൾ വീഡിയോ ഇടുവോ, ഒരു ദിവസത്തെ വീഡിയോ ഇടുവോ എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേറൊരു വ്യക്തിയല്ല, നമ്മുടെ എന്താ പറയുക ഇച്ചിരി രക്തബന്ധമുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ആ വ്യക്തിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ട്. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളോടായിട്ട് മാത്രമാണ്
നിങ്ങൾ അങ്ങനെ അറിയണ്ട, ഇങ്ങനെ ചില കാര്യങ്ങൾ അറിയുക, എന്നിട്ട് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക, ഇവരെങ്ങനെ പോയി, എപ്പോൾ പോയി, ആര് കൊണ്ടുപോയി എന്നൊക്കെ നിങ്ങൾ ആലോചിക്കുക. മനസ്സിലായോ? അപ്പോൾ അന്ന് ഞങ്ങളെ തള്ളിക്കളഞ്ഞ ആൾക്കാരാണ്. ഇന്ന് ഞങ്ങൾ എങ്ങനെയായിത്തീരുന്നു, നാളെ ഞങ്ങൾ എങ്ങനെയായി തീരുമോ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. മനസ്സിലായോ? ഞാനും എൻ്റെ മക്കളും ചവിട്ടി പുറത്താക്കിയ ചില ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ചില ജീവിതങ്ങളുണ്ട്. അവരെ ഞങ്ങൾ തിരിച്ച് വിളിക്കത്തില്ല ഒരിക്കലും, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കൂട്ടില്ല. കാരണം ഈ ജീവിതം ഞങ്ങളുടെ വളരെ സുഖകരമാണ്, സന്തോഷപ്രദമാണ്. അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു ശല്യം ഒരിക്കലും തിരിച്ചു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നിങ്ങൾ ഏത് ഫേക്ക് ഐ ഡിയിൽ എന്ത് മെസ്സേജ് അയച്ചാലും ഞങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയൊക്കെ ഉണ്ട് കേട്ടോ.